നിന്നെ ഞാൻ 2 ദിവസം മുമ്പല്ലാടാ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്. അത് അസൈൻമെന്റ് വെച്ച് തിരിച്ചു വന്നു. വാ എടാ, ഇവനെ ബാംഗ്ലൂരിൽ എന്തോ കൊനസ്റ്റ് ഒപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇവൻ എന്തോ കോഴ്സ് പഠിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ബാംഗ്ലൂരോട്ട് പോയത്. എന്നിട്ട് ആഴ്ചയിൽ 5 ദിവസം ഇവ നാട്ടിൽ ഉണ്ടെന്ന്. ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉള്ള. അതെന്തൊരു കോഴ്സ്? ശരിയാണല്ലേ, നീ വാ ചോദിച്ചു നോക്കാം. ഡാ, നിന്റെ ബാംഗ്ലൂരത്തെ കോഴ്സൊക്കെ കഴിഞ്ഞായിരുന്നാ? ഇല്ല, കഴിഞ്ഞില്ല. അല്ല, ഇനി തിരിച്ച് പോണില്ലേ? പോണം. സത്യം പറ, നീ പെണ്ണ് കേസായിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയല്ലേ? ഏയ്, അവൻ അതിനുള്ള കഴിവൊന്നുമില്ലടാ. ഇനി കഞ്ചാവ്, MDMA അങ്ങനെ എന്തെങ്കിലും. എന്താ നിനക്കൊക്കെ? അല്ലേ പിന്നെ ബാംഗ്ലൂർ പഠിക്കണ നീ എന്തിനാ നാട്ടിൽ വന്നിരിക്കണ? നമ്മളൊക്കെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് മാറാൻ കാത്തിരിക്കുക. മാറിയിട്ട് എടാ, നീയൊക്കെ ഈ പറഞ്ഞ പോലെ 1000 സ്വപ്നവും കണ്ടോണ്ടാണ് ഞാൻ ബാംഗ്ലൂരോട്ട് വണ്ടി കയറിയത്. നിനക്കറിയാമോ, അവിടെ കക്കൂസ് പോലുള്ള ഒരു മുറിക്ക് ഞാൻ 7000 രൂപയാണ് എണ്ണി കൊടുക്കണത്. പല ദിവസവും പട്ടിണിയാണ്ടേ. കൂട്ടുകാരന്മാരോടെ കറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാരെപ്പോഴും പെമ്പിള്ളാരോടാ. എനിക്ക് അതുപോലെ കറങ്ങാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, അതിനും വേണോടെ പൈസ. അവിടെ ഒന്ന് കുനിഞ്ഞിട്ട് നിവരാൻ വേണോടെ പൈസ. നല്ലോണം ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരുത്തൻ തേനിയാവസ്ഥ പറയുമ്പോൾ മറ്റേടത്തെ വർത്താനം പറയല്ലേ. നീ അത് വിട്. നമുക്ക് കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നല്ലോ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചടാ. ഇനി ഒരു കോടീശ്വരനായിട്ടേ ഞാൻ അങ്ങോട്ട് പോവുള്ളൂ. ഞാൻ ആ തിണ്ടി നടന്ന തെരുവോരങ്ങളിൽ കൂടെ എനിക്കൊരു രാജാവിനെ പോലെ നടക്കണോടാ. കോടീശ്വരനാവും നടക്കണ രാജാവിനെ ഒടുവിൽ മെട്രോ പില്ലറിന്റെ അടിയും തൂക്കാട്ടിരുന്നാ മതി.